വംശീവിഭൂഷിതകരാൽ നവനീരദാവാൽ പീതാംബരാൽ അരുണബിംബഫലാതരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം പൂർവാർദ്ധം ഷഡ്വിംശോധ്യായ 26-ാമത്തെ അധ്യായം. ശ്രീശുക ഉവാച ഏവം വിധാനി കർമാണി ഗോപാ കൃഷ്ണസ്യ വീക്ഷ്യതേ അതദ്വീര്യവിദപ്രോജു സമഭ്യേത്യ സുവിസ്മിതാ. ശ്രീശുക ബ്രഹ്മർഷി കഥ തുടരുകയാണ് പരീക്ഷത്തിനോട്. ഇപ്രകാരമുള്ള ആ ഭഗവാന്റെ അമാനുഷ കർമ്മങ്ങളുണ്ടല്ലോ അതെല്ലാം കണ്ടിട്ട് അത്ഭുത സ്തബ്ധരായിട്ടുള്ള ഗോപന്മാരെല്ലാവരും കൂടിയിട്ട് നന്ദഗോപരുടെ അടുത്ത് ചെന്നിട്ട് ഓരോന്നിങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ബാലകസ്യേതാനി കർമാണ്യ അത്യദ്ഭുതാനി വൈ കഥമർഹത്യ സൗജന്മ ഗ്രാമ്യേഷു ആത്മജുഗുപ്സിതം യ സപ്തഹായനോ ബാല കരേണൈകൈവ ലീലയാ കഥം ബിഭ്രൽക്കിരിവരം പുഷ്കരം ഗജരാടിവാ. എന്താണ് ഈ കുഞ്ഞിടെ ഈ കണ്ട കർമ്മങ്ങളെല്ലാം അത്യത്ഭുതം തന്നെയാണെന്നാണ് അവർ പറയണത്. അതിൻ്റെ ഇടയിൽ ഒരാളിങ്ങനെ പറയണു, നോക്കൂ, ഇത്ര മാഹാത്മ്യമുള്ള ഒരാൾക്ക് ഇവിടെ ജനിക്കുക എന്ന് പറഞ്ഞാൽ ലജ്ജാവഹല്ലേ ചോദിക്കുകയാണ്. ഈ ബാലിനിപ്പുതപ്പ കഴിച്ച വയസ്സ് എത്രയാണ്? 7 വയസ്സാണ്. അയ്യ സപ്തഹായനോ ബാല. എന്നിട്ടോ ഒരാന ഒരു താമരപ്പൂ പറിച്ചെടുക്കണം ആ ലാഘവത്തോടെ അല്ലേ ഈ ഉണ്ണി ഒരു ലീലാവിനോദമായിട്ട് 7 ദിവസം ഒറ്റ കൈകൊണ്ട് ഈ ഗോവർദ്ധന പർവ്വതം പൊക്കി പിടിച്ചത് എന്ന് പറയാണ് ഒരാൾ. അപ്പോഴേക്കും തോകേനാമീലിതാക്ഷേണ പൂതനായാമഹൗജസ പീതസ്തനസ്സഹ പ്രാണൈ കാലേനേവ പയസ്തനോ. അപ്പോഴേക്കും വേറൊരാൾ പറയാണ് ആ ഒരാളുടെ ആയുസ് കാലം കുടിച്ച് തീർക്കണ മാതിരി ക്ഷേപിക്കുന്നത് പോലെ എന്തു ചെയ്തു? ആ കണ്ണടച്ച് കിടന്നിരുന്ന ഈ ഉണ്ണി നന്ന കുട്ടിയായിരിക്കണ സമയത്ത് തന്നെ ആ മഹാശക്തിയായുള്ള പൂതനയുടെ മുലയിൽ കൂടെ അവളുടെ ജീവനും കൂടി പാനം ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് എന്ന് അത്ഭുതപ്പെടാണ് വേറൊരു ഗോപൻ. അപ്പോഴേക്കും ഹിന്വതോദശയാനസ്യ മാസ്യസ്യ ചരണാവുദ അനോപതൽ വിപര്യസ്തം രുദത പ്രവദാഹതം എന്ന് മാത്രം. ഒരു 3 മാസം പ്രായമായി നിലത്ത് കിടക്കണ ഈ ഉണ്ണി മലർന്ന് കിടക്കുമ്പോൾ കാലുകൊണ്ടുള്ള ചവിട്ടേറ്റിട്ട് ഒരു വണ്ടി തലക്കിലായി മറിഞ്ഞു. അത്ഭുതം! അതെങ്ങനെയുണ്ടായത്? ഏകഹായന ആസീനോ ഹ്രിയമാണോ വിഹായസ ദൈത്യേന യത്രണാവർത്തമഹൻ കണ്ഡഗൃഹാതുരം. ഒരു വയസ്സൊറ്റ കഴിഞ്ഞുള്ള ആ സമയത്താണ് ഈ ഉണ്ണിയെ ആകാശത്ത് കൂടി അപഹരിച്ചു കൊണ്ടുപോയിട്ടുള്ള ആ തൃണാവർത്തൻ എന്നുള്ള അസുരനെ കഴുത്ത് ഞെക്കി ശ്വാസം മുട്ടിച്ച് കൊന്നത്. ഇതൊക്കെ എങ്ങനെയാണ്? ഇങ്ങനെ ഓരോരുത്തർ ഗോപന്മാരിങ്ങനെ ആ ഭഗവാന്റെ ബാലലീലകളുണ്ടല്ലോ അതിങ്ങനെ ഓർത്തുകൊണ്ട് ഓരോന്ന് ചോദിക്കുകയാണ് നന്ദഗോപരോട്. കൊചിൽ അയ്യങ്കവസ്തൈന്യേ മാത്രാബദ്ധ ഉലൂകലേ ഗച്ഛൻ അർജുനയോർ മധ്യേ ബാഹുഭ്യം താവപാതയൽ. ഈ ബാലൻ ഒരിക്കലെ വെണ്ണ കട്ടെടുത്തു. എന്നിട്ടോ അത് കോപിച്ചുള്ള മാതാവ് യശോദ ഇവനെ ഉരലിൽ അങ്ങോട്ട് ബന്ധിച്ചു. ആ സമയത്ത് ഉരലും വലിച്ച് 2 മരുതുവൃക്ഷങ്ങളുടെ ഇടയിൽ കൂടെ അങ്ങനെ സഞ്ചരിച്ച സമയത്ത് അവ കടപുഴക്കി. അതും എങ്ങനെയാണ് അതായത് അത്ഭുതപ്പെടുകയാണ് വേറൊരാള്. വനേ സഞ്ചാരയൻ വത്സൻ സരാമോ ബാലകൈർവൃതാം ഹന്തുകാമംബകം ദൗർഭ്യം മുഖതോരിം അപാടയൽ. പിന്നെയോ ആ ഗോപക്കുട്ടികളോട് കൂടിയിട്ട് കാട്ടിലങ്ങനെ പശുക്കളെ മേയിച്ച് നടക്കുന്ന സമയത്ത് ഇവനെ കൊല്ലാൻ ആഗ്രഹിച്ചുള്ള ബകാസുരൻ എന്നുള്ള ആ കൊറ്റിയായിട്ട് വന്നുള്ള ആ ശത്രുവിനെ 2 കൈകൊണ്ടും ആ കൊക്ക് വിടർത്തി കീറി കൊന്നത് എങ്ങനെയാണ്? വത്സേഷു വത്സരൂപേണ പ്രവിശന്തം ജിഗംസയാം ഹത്വാന്യപാതയൽ തേന കവിത്താനി ചലീലയാ. ആ
കാളക്കുട്ടികളുടെ ഇടയിൽ അതേ രൂപത്തിൽ തന്നെ കൊല്ലാമെന്നൊരു അസുരനെ, ആ വത്സാസുരനെ ഒരു ലീലയായിട്ട് ചുഴറ്റി എറിഞ്ഞിട്ട് അവൻ്റെ ശരീരങ്ങളെ മരങ്ങളിൽ ചെന്ന് ഇടിച്ച് ആ ഫലങ്ങളോട് കൂടിയിട്ട് അങ്ങനെ മരങ്ങൾ വീണു. അതുമാതിരി മരത്തിൽ നിന്ന് ധാരാളം ഫലങ്ങളും വീണു, അവനും ചത്തു വീണു. അതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? കഥം ഓരോന്നിനും കഥം എന്നുള്ളതിന് ഓരോന്നിലും വരികയാണത് എങ്ങനെയാണ് ഉണ്ടായത്? ഹത്വാരാസപതൈരേയം തദ്ബന്ധൂംശ്ച ബലന്വിത ചക്രേ താലവനം ക്ഷേമം പരിപക്വബലന്വിതം. അതുപോലെ ധേനുകൻ എന്നുള്ള ഒരു അസുരൻ കഴുതര രൂപത്തിൽ വന്നു. അവനെ ബലരാമനോടുകൂടി ആ അസുരനെ കൊന്നിട്ട് കരിമ്പനക്കാട് ശുദ്ധാക്കിയിട്ട് നല്ല പഴങ്ങളൊക്കെ ധാരാളം ലഭിക്കുന്ന രീതിയിലാക്കിയില്ലേ? അതും അത്ഭുതമല്ലേ? വിളംബം ഘാതയിത്വോഗ്രം ബലേന ബലശാലിന അമോചയൽ വ്രജപശുൻ ഗോപം ചാരണ്യവന്യത. ആ വിളംബൻ എന്നുള്ള അസുരനെ ഏട്ടനായുള്ള ബലരാമനെ കൊണ്ട് കൊല്ലിച്ചു. പിന്നെയോ ആ ഗോകുലത്തിലെ പശുക്കളെയും ഗോപന്മാരെയൊക്കെ കാട്ടുതീയിൽ നിന്ന് രക്ഷിച്ചു. ആശീവിഷതമാഹീന്ദ്രം ദമിത്വാ വിമദം ഹ്രദാൽ പ്രസഹ്യോദ്വാസ്യ യമുനാം ചക്രേസൗ നിർവിഷോദകം. അതിനുശേഷം ആ കാളിയൻ എന്നുള്ള ഉഗ്രവിഷമുള്ള ആ പാമ്പിനെ, സർപ്പശ്രേഷ്ഠനെ ചവിട്ടി മെതിച്ചിട്ട് അവൻ്റെ ഗർഭം മുഴുവൻ ശമിപ്പിച്ചിട്ട് കാളിന്തിയിൽ ആ കയത്തിൽ നിന്ന് സമുദ്രത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് ആ യമുനാജലം പിന്നെ വിഷഹീനായിട്ടുള്ള അത്യന്തം നിർമ്മലമായിട്ടുള്ള ജലാക്കി തീർത്തു. ദുസ്ത്യജശ്ചാനുരാഗോസ്മിൻ സർവേഷാം നോ വ്രജഊകസം നന്ദരേ തനയേ സ്മാസു തസ്യാപ്യുൽപത്തി കഥം. അപ്പോഴും പറയുകയാണ്, നന്ദഗോപരെ, ഈ ഗോകുലവാസികളായിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങയുടെ ഈ പുത്രനുണ്ടല്ലോ, അകറ്റാനാകാത്ത എന്തെന്നില്ലാത്തൊരു വാത്സല്യം അങ്ങനെ ഉണ്ടായിരിക്കുന്നു. അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ്. ഈ ബാലിന് ഞങ്ങളിലും അതേമാതിരി തന്നെ ആ പ്രേമവും സ്നേഹവായ്പൊക്കെ ഉണ്ടെന്ന് പറയുകയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടായത്? ആലോചിച്ച് നോക്കൂ. സപ്തഹായനോ ബാല ക്വ മഹദ്രിവിധാരണം തതോ നോ ജായതേ ശങ്ക പ്രജനാഥ തവാത്മജേ. നോക്കൂ, ഈ 7 വയസ്സായിട്ടുള്ളൊരു ഉണ്ണി അത്ഭുതം. ഒരു പർവ്വതം എന്ന് പറഞ്ഞാൽ എത്ര വലുതായിട്ടാണ് ആ പർവ്വതം പൊഴക്കിയെടുക്കാനുള്ള പ്രയത്നം, അതൊന്നും നമുക്ക് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ് പറയുകയാണ്. അങ്ങനെയുള്ള അത്ഭുതം ഓരോ പ്രവൃത്തികൾ ആലോചിച്ച് നോക്കിയിട്ട് ഈ അങ്ങയുടെ പുത്രനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പല സംശയങ്ങളും തോന്നാൻ ആരാണ് ഈ ഉണ്ണി, വല്ല വിവരമുണ്ടോ എന്നുള്ള രീതിയിലാണ് അവർ ചോദിക്കുന്നത്. അപ്പോഴാണ് നന്ദ ഉവാച ശ്രൂയതമേവ ജോഗോപ വ്യേരു ശങ്കാചവോർഭഗേ ഏനം കുമാരമുദ്ദിശ്യ ഗർഗോമേ യദുവാച. അപ്പം നന്ദഗോപർ പറയുകയാണ്, ഗോപന്മാരെ നോക്കൂ, നിങ്ങൾ ഈ ഉണ്ണിയെ പറ്റിയിട്ട് ഗർഗമഹർഷി പണ്ട് എന്നോട് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അന്നത് വളരെ ഗോപ്യമായിട്ട് വെച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞതിന് കാരണം. ഇപ്പം നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകും ഈ ഉണ്ണിയുടെ മഹത്വം എന്ന് പറയുകയാണ്. എന്നിട്ട് ഗർഗമുനിയുടെ വാക്കുകളാണ് നന്ദഗോപർ ഉദ്ധരിക്കുന്നത്. വർണ്ണാസ്ത്രയക്കിലാസ്യാസൻ ഗൃണ്ണതോ നിയുഗം തനു ശുക്ലോ രക്തസ്ഥതാപീത ഇദാനീം കൃഷ്ണതം ഗത പ്രാഗ് അയം വസുദേവസ്യ ക്വചിൽ ജാത തവാത്മജ വാസുദേവ ഇതി ശ്രീമൻ അഭിജ്ഞാ സംപ്രചക്ഷതേ ബഹൂനി സന്തി നാമാനി രൂപാണി ച സുതസ്യ തേ ഗുണകർമാനുരൂപാണി താന്യഹം വേദനോ ജനാ ഏഷവശ്രേയ ആദാസ്യൽ ഗോപഗോകുലനന്ദന അനേന സർവദുർഗാണി യൂയമഞ്ജത്തരിഷ്യത. എന്താണ് ഗർഗമഹർഷി പറഞ്ഞത്? ഈ ഉണ്ണി കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ഇങ്ങനെ 3 യുഗങ്ങളിൽ ആ ക്രമത്തിൽ വെളുപ്പ്, ചുവപ്പ്, മഞ്ഞ ഇങ്ങനെ വർണ്ണങ്ങളിലുള്ള ഓരോ ശരീരങ്ങളാണ് സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ കൃഷ്ണവർണ്ണമാണ്. അപ്പോൾ നന്ദഗോപരെ, അങ്ങയുടെ ഈ ശ്രീമാനായിട്ടുള്ള ഈ ഉണ്ണി മുമ്പ് വാസുദേവരുടെ മകനായിട്ടെടുത്ത് ജനിച്ചിട്ടുണ്ടായിരുന്നു. അത് അറിവുള്ളവർ ഈ ഉണ്ണിയെ വാസുദേവൻ എന്ന് വിളിക്കും. അങ്ങയുടെ ഈ മകന് ആ ഉണ്ണിയുടെ ഗുണത്തിനും കർമ്മത്തിനും അനുസൃതമായിട്ട് എത്രയോ രൂപങ്ങളുണ്ട്, എത്രയോ പേരുകളുണ്ട്. അതെല്ലാം പൂർണ്ണമായിട്ട് പോയിട്ട് എനിക്ക് പോലും നിശ്ചയില്ല എന്ന് പറയുകയാണ്. പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ? ഗോപന്മാർക്കും ഗോകുലത്തിനും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ഈ ഉണ്ണി ഭവാന്മാർക്ക് ഐശ്വര്യം വെതറും. ഇദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ട് നിങ്ങളെല്ലാവരും ഏത് വിഷമസന്ധിയും നിഷ്പ്രയാസം തരണം ചെയ്യും എന്ന് ഇതൊക്കെ 8-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നന്ദഗോപര് ഉദ്ധരിക്കുകയാണ്. പുരാനേന വ്രജപദേ സാധവോ ദസ്യു പീഡിത
അരാജകേ രക്ഷ്യമാണ ജിഗ്യുർദസ്യൂൻ സമേധിതാ യ ഏതസ്മിൻ മഹാഭാഗ പ്രീതിം കുർവന്തി മാനവാ നാരയോഭിഭവന്ത്യേതാൻ വിഷ്ണുപക്ഷാനിവാസുരാ തസ്മന്നന്ദ കുമാരോയം നാരായണ സമോ ഗുണൈഃ ശ്രിയാ കീർത്യനുഭാവേന തത്കർമ്മസു ന വിസ്മയാ. പിന്നെയും ആ ഗർഗമ മഹർഷിയുടെ വാക്കുകളിൽ തുടരുകയാണ് നന്ദഗോപര്. പണ്ടൊരിക്കല് ആ ലോകത്തിലെ മുഴുവൻ അരാജകത്വം കുടികുത്തിവാണ് സമയത്ത്, അതായത് കള്ളന്മാരൊക്കെ വന്ന് ആക്രമിക്കാൻ തുടങ്ങി ശത്രുക്കളായിട്ടുള്ള ആൾക്കാരെ. ആ സമയത്ത് ഇദ്ദേഹം അവരെയൊക്കെ ഈ കള്ളന്മാരെയൊക്കെ വകവരുത്തിയിട്ട് ആ ശത്രുക്കളുടെയൊക്കെ വീര്യം വീണ്ടെടുപ്പിച്ചു. അതുകൊണ്ട് ഇദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുന്ന മഹാന്മാർക്ക് ശത്രുക്കൾ ഒരിക്കലും ഉണ്ടാവില്ല. വിഷ്ണുപക്ഷത്തുള്ള ദേവന്മാരെ ആസുരന്മാർക്ക് ഒന്നും ചെയ്യാനരുതാത്തതുപോലെയാണത് എന്ന് പറയുകയാണ്. വിഷ്ണുപക്ഷ നാരയോപി ഭവന്ത്യേതൻ വിഷ്ണുപക്ഷാനി വാസുരാ. ഇക്കാരണങ്ങളാൽ ഈ ബാലൻ നന്ദഗോപരെ ആ പ്രഭാവം, ഐശ്വര്യം, കീർത്തി ഇതെല്ലാം കൊണ്ടും മറ്റെല്ലാ ഗുണങ്ങളെ കൊണ്ടും മഹാവിഷ്ണുവിന് തുല്യനാണ് എന്ന് പറയാണ്. നാരായണ സമോ ഗുണൈ ഇത്യദ്ധാമാം സമാദിശ്യ ഗർഗേജ സ്വഗൃഹം ഗതേ മന്യേ നാരായണസ്യാംശം കൃഷ്ണമക്ലിഷ്ടകാരണം. അതുകൊണ്ട് ഈ ഉണ്ണി ചെയ്യുന്ന അത്ഭുത കാര്യങ്ങളിലൊന്നും ആർക്കും അതിശയം തോന്നേണ്ടതില്ല എന്നാണ് നന്ദഗോപർ പറഞ്ഞത്. ആ മാം ഇരി അർദ്ധാ സമാധിച്ച, എന്നോട് ഇപ്രകാരമൊക്കെ തുറന്ന് പറഞ്ഞിട്ട് ഗർഗമഹർഷി സ്വഗൃഹം സ്വഭവനത്തിലേക്കോ യാത്രയായതിൽ പിന്നെ അക്ലിഷ്ടകാരിണം ക്ലേശം കൂടാതെ എന്തും പ്രവർത്തിക്കുന്ന കൃഷ്ണം ഭഗവാൻ ഈ ഉണ്ണികൃഷ്ണനെ നാരായണസ്യ അംശം, ശ്രീ മഹാവിഷ്ണുവിൻ്റെ അംശ അവതാരമായി തന്നെ ഞാൻ കരുതി വരുന്നു എന്ന് നന്ദഗോപര് മറ്റുള്ള ഗോപന്മാരോട് പറയാണ്. ഇതി നന്ദവജശ്രുത്വാ ഗർഗഹീതം പ്രചൗകസ ദൃഷ്ടശ്രുതാനുഭാവാസ്തേ കൃഷ്ണസ്യാമിത തേജസ മുദിതാനന്ദമാനർച്ചു കൃഷ്ണം ച ഗതവിസ്മയാ. ഇപ്രകാരം ഈ നന്ദന്റെ വാക്കുകൾ കേട്ടിട്ട് അതുമാതിരി ഗർഗമഹർഷി ആ ഭഗവാനെ പറ്റി പറഞ്ഞതും മനസ്സിലാക്കിയിട്ട് പ്രചൗകസ വ്രജത്തിലുള്ള എല്ലാവരും എങ്ങനെയാണ് അമിത തേജസ കൃഷ്ണസ്യ, അത്യന്തം പ്രഭാവശാലിയായിട്ടുള്ള ആ ശ്രീകൃഷ്ണന്റെ മഹിമകൾ ഇതാ നേരിൽ കണ്ടും പറഞ്ഞു കേട്ടും മനസ്സിലാക്കിയ ആ ഗോകുലവാസികള് എന്ത് ചെയ്തു? മുദിതാം ഗത വളരെയധികം സന്തോഷത്തോടു കൂടിയവരായി. അവരത്ഭുതം ഒക്കെ ശമിച്ചു. കാരണം അത്ഭുതമൊന്നുമില്ല, ഭഗവാൻ തന്നെയാണ് അവിടെ ഇന്ന് ബോധ്യം വന്നു. എന്നിട്ട് നന്ദം കൃഷ്ണം ച ആനർച്ചു, നന്ദഗോപരെയും ശ്രീകൃഷ്ണനെയും അവരെല്ലാവരും ആരാധിച്ചു. ദേവേ വർഷതി യജ്ഞ വിപ്ലവരുഷ വജ്രാശ്മവർഷാനിലൈ ശീതൽ പാല പശുസ്ത്രീ ആത്മശരണം ദൃഷ്ട്വാനുകം യുത്സ്മയൻ ഉൽപ്പാട്യേകകരേണ ശൈലം അബലോ ലീലോച്ഛിലീന്ദ്രം യഥാ ബിഭ്രൽ ഗോഷ്ടമവാൽ മഹേന്ദ്രമദഭിൽ പ്രിയാന്ന ഇന്ദ്രോ ഗവാം. അതിനുശേഷം ശ്രീ ശിവബ്രഹ്മർഷി പെട്ടെന്ന് ആ ഭഗവാൻ ഇന്ന് സ്തുതിക്കുകയാണ്, ഗോവർദ്ധനധാരിയായിട്ടുള്ള ഭഗവാനെ. എന്താണ്? യജ്ഞവിപ്ലവരുഷ, തനിക്കായിട്ട് ഉദ്ദേശിച്ചിരുന്ന യാഗം മുടങ്ങിയത് കൊണ്ടുള്ള കോപത്താൽ ദേവേ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ വർഷതി, മഴ ചൊരിയുന്ന സമയത്ത് എങ്ങനെ വജ്രാശ്മ വർഷ അനില ഇടി, നല്ല കൽമാരി, മഴ, കൊടുങ്കാറ്റ് ഇവയാൽ ശീതൽ പാല പശു സ്ത്രീ, ക്ലേശിക്കുന്നവരായിട്ടുള്ള ഗോപാലന്മാര്, ഗോപസ്ത്രീകളെ ഇവരോട് കൂടിയതും ആത്മശരണം, താൻ മാത്രം രക്ഷകനായിട്ടുള്ളതുമായ അതിനെ ദൃഷ്ട കണ്ടിട്ട് അനുകമ്പ തോന്നിയവനായിട്ട് ഉത്സ്മയൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അബല, ഒരു ബലഹീനൻ, ലീലോച്ഛിലീന്ദ്ര, ഒരു കളിക്കാൻ ഒരു കൂണിനെ യഥാ പറിച്ചെടുക്കുന്ന പോലെ ശൈലം ഉൽപ്പാട്യ, ഈ ഗോവർദ്ധന പർവ്വതത്തെ പുഴക്കിയെടുത്ത് ഏകകരേണ ഒറ്റ കൈകൊണ്ട് ബിഭ്രൽ പിടിച്ച് ഗോഷ്ടം അവാൽ ഗോകുലത്തെ പാലിച്ചുവോ ആര്? ഗവാം ഇന്ദ്ര, ആ ഗോക്കളുടെ മുഴുവൻ അതായിട്ടുള്ള ജനങ്ങളുടെ മുഴുവൻ ഇന്ദ്രനായിട്ടുള്ള, അതുമാതിരി ജ്ഞാനം നൽകുന്നവനായിട്ടുള്ള ഭഗവാൻ എങ്ങനെയാണ് ആ മഹേന്ദ്രമദവിൽ ഇന്ദ്രന്റെ ഗർവിനെ പാടേ തകർത്ത ഭഗവാൻ ന പ്രിയാ
നമ്മളിൽ പ്രസാദിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന. ഗോപന്മാരുടെയും ശ്രീശുകൻ്റെയും വ്യാസമഹർഷിയുടെയും ഭാഗവതം പാരായണം ചെയ്യുന്ന എല്ലാവരുടെയും ശ്രവണം ചെയ്യുന്ന എല്ലാവരുടെയാണ് ഈ പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും ഭാഗവാക്കുകളാണ് ആയിട്ട് ഭഗവാൻ അനുഗ്രഹം ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായം നിർത്തുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഷഡ്വിംശോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.